ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന വിഷയം എന്തെന്നാൽ ജാസ്മിനും അഫ്സലും തമ്മിലുള്ള വിവാഹം നടക്കുമോ നടക്കില്ലേ എന്നുള്ളതാണ്. ഇന്ന് പേരൻസ് വന്ന സമയത്ത് അഫ്സൽ സമ്മാനമായി നൽകിയ ടെഡ്ഡി ബിയർ കൊണ്ടുവന്നിരുന്നു. അത് അഫ്സൽ കൊടുത്തിട്ടുള്ളതാണ് എന്ന് അവിടെ വെച്ച് പറയുന്നുമുണ്ടായിരുന്നു. അഫ്സൽ കൊടുത്തുവിട്ട ആ ഒരു സമ്മാനത്തെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങുന്നത് എന്നും അവിടെ ജാസ്മിൻ വെളിപ്പെടുത്തിയ കാര്യം തന്നെയാണ്. അത് റസ്മിനോട് ഇരുന്ന് പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ കൂട്ട് അതാണ്, അതിനെ കെട്ടിപ്പിടിച്ച് മാത്രമേ ഞാൻ ഉറങ്ങൂ എന്ന് അവിടെ റസ്മിൻ്റെ അടുത്തിരുന്നിട്ട് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ റസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ പറഞ്ഞൊരു കാര്യമാണ്, ആളാണ് എയർപോർട്ടിലെ വാപ്പിയെയും ഉമ്മയെയും കൊണ്ടാക്കിയത് എന്നുള്ളത്. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല, മോള് പേടിക്കേണ്ട, എല്ലാം ഓക്കെയാണ് എന്ന് പറയുന്ന സമയത്ത് ജാസ്മിൻ അവിടെ ഉമ്മയുടെ അടുത്ത് അന്വേഷണം പറയണേ എന്നൊരു കാര്യവും പറയുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. അഫ്സൽ ജാസ്മിനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കിയോ, അപ്പോൾ അഫ്സല് കൊടുത്ത ആ ഒരു ടെഡി ബിയർ അവിടെ കൊണ്ടുവന്ന് ജാസ്മിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അഫ്സലുമായിട്ടുള്ള വിവാഹത്തിന് യാതൊരു പ്രശ്നമില്ല എന്നല്ലേ അർത്ഥം എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. അപ്പോൾ അവിടെ ജാസ്മിൻ കളിച്ച കളി അഫ്സലും കൂടി അറിഞ്ഞിട്ടായിരുന്നോ, അതൊരു പ്ലാനിങ് ആയിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് എന്തായാലും അറിയില്ല. ഇത് ജാസ്മിനും അഫ്സലും കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കണോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ. തികച്ചും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ്. അതിൽ തലയിടാനൊന്നും നമുക്ക് എന്തായാലും അവകാശമില്ല. ആരെ കല്യാണം കഴിക്കണം, ആരൊപ്പം ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ജാസ്മിനുമുണ്ട്, അഫ്സലിനുമുണ്ട്. ബിഗ് ബോസിനുള്ളിൽ അവർ എന്ത് ചെയ്തു എന്ന് നമ്മൾ വിലയിരുത്തും. അത് നമ്മുടെ ആവശ്യം. ബിഗ് ബോസ് എന്നുള്ള ഷോ കാണുന്ന സമയത്ത് എന്തൊക്കെ അവിടെ നടന്നു നടന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ വിലയിരുത്തും. പക്ഷെ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാനായിട്ട് നമുക്ക് എന്തായാലും താല്പര്യവുമില്ല, ആഗ്രഹവുമില്ല. അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള യോഗ്യതയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാനായിട്ട്. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇപ്പോൾ അഫ്സൽ കൊണ്ടുവിട്ട പേരൻസ്, അതിനുശേഷം അഫ്സൽ കൊടുത്തുവിട്ട സമ്മാനം, ഇപ്പോൾ അഫ്സൽ കല്യാണത്തിന് തയ്യാറാണെന്ന പേരൻസിന്റെ വെളിപ്പെടുത്തൽ, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്.